നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം നിങ്ങൾക്ക് എല്ലാവർക്കൊക്കെ. ഫുഡൊക്കെ കഴിച്ചോ? ഓണൊക്കെ എങ്ങനെയായിരുന്നു? സൂപ്പർ ആയിരുന്നോ? അടിപൊളിയായിരുന്നോ? നമ്മുടെ ഓണം സൗദി അറേബ്യയിൽ ഇപ്രാവശ്യം വില യുദ്ധമായതുകൊണ്ടാണ് തോന്നുന്നത്. ഹോട്ടലിലൊന്നും സദ്യ അല്ലായിരുന്നു. കുറേ പോയി അന്വേഷിച്ച് നോക്കി, അവസാനം പിന്നെ വന്ന് കിടന്നുറങ്ങി. പെരുന്നാൾക്കും അങ്ങനെ തന്നെയാണ്. ഫുഡ് വെച്ചാൽ ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങ് കിടന്നുറങ്ങും. ഒരു ദിവസം സാധാരണ ദിവസം പോലെ. ഏതോ ഒരു പെണ്ണൊരു പോസ്റ്റ് ഇട്ട് കണ്ട് എന്താ പറയുക, അവസാനം ഞാനും അത് മനസ്സിലാക്കി. എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസമാണ് ഓണം എന്നുള്ളത്. അതിൽ ഗൾഫിൽ വന്ന എല്ലാവർക്കും ആദ്യത്തെ ഒരു കൊല്ലത്തിനുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മളെ പോയിന്റിലേക്ക് വരാം. ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു 55 മിനിറ്റ് ഇന്റർവ്യൂ നമ്മളെ രേണുസുതി. നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കും, പിന്നെ വിചാരിക്കും ചെയ്യുക. ഇനി ഞാൻ ആ ഡയലോഗ് ചെയ്യേണ്ട വിചാരിക്കുന്ന വർത്തനം പറയൂല. ഇവർ എന്തെങ്കിലും ഒരു സംഭവം ഒരു തെണ്ണിപ്പ് പറഞ്ഞാൽ അപ്പുറത്ത് ചെയ്യും കേട്ടോ. പിന്നെ ആരെങ്കിലും വന്നിട്ട് എന്താ പറയുക, എന്താണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ട വിചാരിച്ച് നിൽക്കുമ്പോൾ ചിലർ പറയും ഇങ്ങനെ ചെയ്ത് അയപ്പ് കൊടുക്കല്ല, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ചെയ്യാനും പറയാൻ നിൽക്കുന്ന വിചാരിക്കും. അപ്പോൾ ചില കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പണ്ടാറൊക്കെ അത് നന്നാവാത്ത നമുക്കൊരു ഇത് വരുമല്ലോ, അഭിപ്രായം വരുമല്ലോ. അതാണ് പിന്നെ അങ്ങനെ പറയാനാണ് ഞാൻ ഈ ചാനലിനെ തുടങ്ങിയത്, നമ്മളെ കമൻസ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയവരൊന്നും നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്കല്ല അതാ വോയിസ് ഓവറിലേക്ക് പോട്ടെ. നമുക്ക് എന്തിനാണ് അവിടെ പോയി ചെയ്ത് അണക്കും വേണല്ലേ പൈസ. കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ സുഖിച്ചാന്റെ വീട്ടിലാണ്. എന്ന് കോൺട്രവേഴ്സികളാണ്. അതായത് രോഗം വന്നപ്പോ പോലും എയറിലാണ് ഈ വ്യക്തി. ആരാണ്? നമ്മുടെ രേണു ചേച്ചിയാണ് നമ്മളോട് കമന്റ് ചെയ്തത്. അപ്പോ ഓണാണ്. ഓണത്തിനുപരി അസുഖം. ഞാൻ ജൂൺ 21-ാം തീയതി ഇവിടെ വന്നിരുന്നു, രേണു ചേച്ചിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. അന്ന് ഞാൻ കണ്ണ് നിറഞ്ഞിട്ടാണ് ഇറങ്ങി പോയത്. അത്രയും ഒരു ആവശ്യമായ ഒരു നിലയിലായിരുന്നു രേണു ചേച്ചി. ഇന്ന് ഇതുപോലെ ഇരിക്കാൻ അന്ന് ഭയങ്കര പേടിച്ചങ്ങാണ്ടൊക്കെ, ഭയങ്കര പേടിയായിരുന്നു. എന്താ പറയാ, പാട്ട്, ഭക്തിഗാനങ്ങള്, മാതാവേ, അത് കഴിഞ്ഞ് മാതാവിനെ ഇച്ചിട്ട് തിരിച്ചു വന്നിട്ട് മാതാവ് പോയി പണി നോക്കെന്ന് പറഞ്ഞിങ്ങാണ്ട് കിച്ചന് പറയാൻ തുടങ്ങി. വീണ്ടും ഒന്ന് ഇതായപ്പോ ഡോക്ടർമാർ ഗ്യാരണ്ടി കൊടുത്തപ്പോ ശക്തമായി തിരിച്ചു വരുന്നു പറഞ്ഞിങ്ങാണ്ട് ആളുടെ പണി തുടങ്ങി. നീ പറ. പിന്നെ തൊലിക്കട്ടി അന്ന് കഴിഞ്ഞ നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു രേണു ചേച്ചിയുടെ അവസ്ഥ ഭയങ്കര മോശമാണെന്നും പല ആൾക്കാരും രേണു ചേച്ചി അതൊരു ഫെയിമിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നതിനൊക്കെ രീതിയിൽ ട്രോളും ഇത് ആദ്യരാജ്യങ്ങൾ വരെ ഫോട്ടോ കണ്ടത് ഭയങ്കര മോശമായിരുന്നു. പെയിന്റ് അടിച്ചോ? പക്ഷെ വെള്ളത്തിലാണ് പെയിന്റ് അടിക്കുന്നത്, ഓർമ്മ എനിക്ക് വേണം കേട്ടോ. നിൽക്കൂലത് അവിടെ. എന്തോ പക്ഷെ ഒരാള് രോഗാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുപോലും മനസ്സിലാക്കാതെ അതെടുത്ത് ട്രോളും റീച്ചിന് വേണ്ടി പല ആൾക്കാരും, ഒരാളും നല്ല ഒരുപാട് പേര് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഇപ്പോ ഫുൾ പവർ. റീച്ചിന് വേണ്ടി കണ്ട് ആരും ഇവിടെ നിൽക്കില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ രേണുസി എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷമല്ല യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നതും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കുന്നതും. അതിന് മുന്നേ കണ്ടന്റ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നാരത്തിലും ഈ വളവളപ്പം കാണിച്ച് നടക്കുന്ന ആൾക്കാരെ പിടിച്ചു കണ്ടല്ലേ നമ്മള്. ഈ പുളിച്ചോട്ടുണ്ടായി കഴിഞ്ഞാല്, ഭക്ഷണത്തരം പറഞ്ഞു കഴിഞ്ഞാല്, സബ്സ്ക്രിപ്ഷന്റെ പേരില് എന്താ പറയാ തുണി അയച്ചാല് അതൊക്കെ കണ്ടല്ലേ. അപ്പൊ അതെടുത്ത് ആക്കൂലേ, അത്രേ ഉള്ളൂ. അത് ഇവര് കുറച്ച് തോനെ കാണിച്ചു, പല കള്ളം പറഞ്ഞു, ഭർത്താവിന് വിറ്റു കാണിച്ചു. മര്യാദക്കാണെങ്കിൽ ഇവര് വിഷയമേ ആകൂല. എന്തോരം വ്ളോഗേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സ്, സാധാരണ വ്ളോഗേഴ്സ് ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് റീച്ച് ഉണ്ടായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് അവരുടെ വൈറലാകുന്നത് മാത്രം എടുത്ത് ചെയ്യുന്നല്ലാതെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് വലിയ ഒളിപ്പിക്കാൻ നിൽക്കല്ലേ, അതാ പറഞ്ഞത് കേട്ടോ. വിശേഷം നമ്മുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിനോട് ഇപ്പം സാധാരണ ഒരു ഇഷ്ടമായിട്ട് ഇപ്പം എയറിൽ ഇപ്പം ഞാൻ ഫുൾ എയറിലായിരുന്നല്ല ഇപ്പോഴും ആണ്. സാധാരണ അതിന് നാവ് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ എയറിൽ നല്ല എയറിന്റെ അപ്പുറത്തേക്ക് എത്തും ചിലപ്പോ. എനിക്ക് ഞാൻ പറയുമ്പോ അവിടെ ഒരു വേണ്ട, അവിടെ സമാധി നോട്ടെ. എന്റെ മാനേജർ എന്നോട് ലൈഫിനോട് എപ്പോഴും പറയുന്നത്, എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ അവിടെ പേര് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ അതാണ് രോഗം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം ആ പേര് കേൾക്കാനില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പൊ രോഗം കഴിഞ്ഞപ്പം എഴുന്നേക്കുമ്പോഴായിരിക്കും രേണുസുതി കേൾക്കുന്നത്. പക്ഷെ ഇതല്ല, എന്റെ പോലെ ഈ രോഗമായിട്ട് കിടന്നാൽ എയറിലാണല്ലോ അന്ന് പേരുടെ ഒരു ഭാഗ്യം. എന്താ അല്ലേ, നാരിത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയാ, അതിന് ഉളുപ്പില്ലാതെ ആൾക്കാരെയൊക്കെ ചീത്തയും കേൾക്കുക. അതെടുത്തുകൊണ്ട് ആൾക്കാർ റിയാക്ട് ചെയ്തുകൊണ്ട് അവരുടെ കുറ്റവും കുറവും വിളിച്ച് കാണിച്ചു കൊടുത്തും പറഞ്ഞും കൊടുത്തിട്ട് സ്വന്തം മകൻ, അതായത് സുധിയുടെ മകനെ ഇങ്ങനെ പറഞ്ഞെങ്ങാണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞെങ്ങാണ്ട്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞെങ്ങാണ്ട് ഇങ്ങനെ ഏറി പോകുക. എന്നിട്ട് അതിന് ഭാഗ്യമാണെന്ന് പറഞ്ഞൊരു വല്ലാതൊരു ജന്മം. നാണമാണ് കേട്ടോ. എന്റെ ഭാഷ പറയാൻ ഉളുപ്പുണ്ടോ? ഉളുപ്പ് ഇത് ഞാൻ കുറെ പറയുന്നുണ്ടല്ലോ, ഉളുപ്പുണ്ടോന്ന്. ഞാൻ ചിന്തിക്കുന്നത് ഈ സൊസൈറ്റി ഇങ്ങനെയാണ്. രേണുസുതി എന്ന് പറയുന്ന ഒരാള്
ഇത് കണ്ടപ്പോ ഞങ്ങൾ എന്തെങ്കിലും എന്താ പറയുക, നീ ഇപ്പൊ എന്താ ഇങ്ങനെയാണ് ഇവരെ പോയി ഇങ്ങനെ അല്ല. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, സുധി, രേഷ്മ തങ്കച്ചിന് നീ അങ്ങോട്ട് പൈസ കൊടുത്തേക്കാണോ അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചി നിനക്ക് പൈസ നിൽക്കാണോ? വിളിപ്പിച്ചങ്ങട്ട് പെട്ടെന്നൊരു വരവാണ്, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഓർത്തിട്ടാണ് ആൾക്കാർ. പക്ഷെ അങ്ങനെയല്ല. കൊല്ലം സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ എന്താ പറയാ ഫിലിമുകളും ഒക്കെ ചെയ്തിട്ടാണ് നമ്മള് ആ ഒരു സ്വന്തമായിട്ട് തന്നെയാണ് ആ പേര് എന്തും ആയിക്കോട്ടെ, വിവാദം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മള് ട്രോൾ ആയിക്കോട്ടെ എല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവരെ തന്നെ ട്രോൾ ആക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്ന ഒരു വ്യക്തി ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ പറയട്ടോ ആസ്വദിക്കാറുണ്ട്, അത്ര ആസ്വദിക്കാറുണ്ട്. എന്നിട്ടാണ് അവര് പറഞ്ഞു ഇവര് പറഞ്ഞെന്ന് പറഞ്ഞാണ്ട് അതിന്റെ ഭാഗമായി 35 ദിവസം അവിടെ നിൽക്കും. ഒരിക്കലും ഞാൻ പോലും കരുതും ഒരു ദിവസം നിൽക്കാൻ പോയത് 35 ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്നിരിക്കുന്നത്. എന്റെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വളരെ ശക്തരായിരുന്നു. എങ്ങനെ നിക്ക, മാംസ കച്ചവടത്തിന് പോകണ്ടേ, പല കാര്യത്തിനും പോകണ്ടേ, ദുബായ് മിസ്സാവല്ലേ, ആ സമയത്തല്ലേ അങ്ങോട്ട് പോണത്. എന്നിട്ടിത് പോയിട്ട് ഇതെല്ലാം പാടെ കൂടി തിരിച്ചിങ്ങോട്ട് വരുമ്പോ എന്താണ് ഈ കിടങ്ങാറല്ലേ. ഇവിടെ കഷ്ടപ്പെടും വേണം, ഇവര് കച്ചറുണ്ടാക്കണം, ഇവരെ വായിരിക്കുന്ന കേൾക്കണം, അതൊന്നും വയ്ക്കുന്നുമില്ല. വിൽക്കാൻ വയ്ക്കുവോ? മക്കളെ കാണുന്നില്ല, നാടകം ഇറക്കിട്ട് നേരെ ദുബായിക്ക് വിൽക്കും. കാണാനൊക്കെ സാധിച്ചത് വളരെ വലിയ സന്തോഷമാണ്. എല്ലാ ഇന്റർവ്യൂലും പറയുന്ന പോലെ ലാലേട്ട ദേവസുധി നമ്മളെ വിളിച്ചതിന് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇങ്ങനത്തെ 2-3 ഭാഗ്യങ്ങളുണ്ട്, വേറെ ഉണ്ടായിരുന്നല്ലോ. അവസരവാദം അവിടെ നിന്നൊക്കെ ഒരു വളർച്ച വന്നിട്ട് അപ്പോഴീ കടിക്കടിയുള്ള ആൾക്കാർ ഇങ്ങനെ വിവാദം ഉണ്ടാക്കി കുറച്ച് ബ്ലോഗർമാരുണ്ട് എന്നെ തന്നെ, നിങ്ങൾക്ക് അറിയാലോ ടാർഗറ്റ് ചെയ്ത കുറച്ച് ബ്ലോഗർമാർ. പക്ഷെ അന്നൊന്നും ഞാൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ രോഗാവസ്ഥയിലും എന്തൊരു കള്ള പറയുന്നല്ലേ, അന്നും തിരിച്ചു പ്രകടിപ്പിച്ചിട്ടില്ലാന്ന്. എന്റെ കൂട്ടുകാരി കണ്ടു, എന്റെ കൂട്ടുകാരൻ കണ്ടു, അവളെനിക്ക് അയച്ചു തരുമായിരുന്നു ഇങ്ങനെയും കണ്ടിട്ട്. എന്നിട്ട് വന്നിങ്ങാണ്ട് പാപ്പു അതൊന്നും പറഞ്ഞില്ലെങ്കിലും അതിന്റെ അടുത്തൊരു പറഞ്ഞിങ്ങാണ്ട് എന്തോരം റിയാക്ട് ലൈവ് വന്നിട്ടില്ലേ, എന്തോരം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. നാളെ ഉണ്ടോ അവിടെ കള്ളം പറയാണ്? ഉളുപ്പുണ്ടോ? പഴയ സ്വഭാവം ഇറക്കേണ്ടത് വരും. അതെ, ഇന്നലെ ഈ ഇന്റർവ്യൂ നമ്മള് പ്രൊഫൈൽ നോക്കിയപ്പോൾ ചേച്ചിയുടെ ഒരു വീഡിയോ പണ്ടത്തെ രേണുസുധീനെ ഞാൻ കണ്ടു. അതായത് പൊട്ടിത്തെറിക്കുന്ന രേണുസുധീനെ. അതായത് നീ മേടിച്ച കാറ് എന്റെ കാശ് കൊണ്ടാണ്. ഇപ്പഴല്ലേ പ്രതികരിക്കില്ലായിരുന്നു പറഞ്ഞത്? പണ്ട് ഞാൻ പ്രതികരിക്കില്ലായിരുന്നു, ഇപ്പഴല്ലേ പറഞ്ഞത്? നിങ്ങള് ഈ ധാരണാപേക്ഷ ഉണ്ടാകല്ലോ. എന്താണ് അതുൽ ബ്ലോഗ് വ്യക്തി ഒരു വ്യക്തിനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ചേച്ചി? അതുൽ ബ്ലോഗ് മാത്രമല്ല, പേര് പറയത്തക്ക രീതിയിൽ ഷഫീന ബീവി എന്ന് പറഞ്ഞ വൃത്തികെട്ട എന്റെ നാക്ക് ധരിക്കുന്നവരെ പേര് പറയാം. പക്ഷെ ഞാൻ ഷഫീന ബീവി എന്ന് പറയുമ്പം ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പം ഷഫീന ബീവി എന്നല്ല, ഇവരിപ്പം ഇതിന്റെ കൂടെ ഒരു മൊത്തത്തിൽ പറയട്ടോ. അതുപോലെ പുതിയൊരു ഇറങ്ങിയിട്ടുണ്ട് അവരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവന്മാര് ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ വാ തുറക്കാൻ തുടങ്ങി പേടിച്ചെന്ന് മനസ്സിലായത്. വലിയ ഉദാഹരണമാണ് ഇതില് ഷഫീന ബീവിന്റെ വിവി വ്ലോഗ് ഇവരൊക്കെ പറഞ്ഞങ്ങാണ്ട്. എന്താന്ന് വെച്ചാല് ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ നിങ്ങളുടെ അടുത്തൊക്കെ, നിന്നോടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിയെ. ഇവരാണെങ്കിലും ഇനി വേറെ ആരാണെങ്കിലും നീ കാണിക്കുന്ന പോലത്തെ നാരിത്തരം ആരും കാണിക്കുന്നില്ല കേട്ടോ. നീ കാണിച്ചു പോലും കാണിക്കുന്നില്ല, എന്നും നാരിത്തരം കാണിക്കുന്നവരുടെ സ്വഭാവം എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾ സ്വർണ്ണമല്ല കടത്തിയെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സ്വർണ്ണം കടത്തിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കെന്തായാലും അറിയാം അത് സ്വർണം മാത്രമല്ല പ്രശ്നം. അതൊക്കെ ഒരു സമയത്ത് പിടിച്ചും. കാരണം ഈ കസ്റ്റംസിനൊക്കെ ചില സമയത്ത് അതൊരു എപ്പോഴൊന്നും വിടാനൊന്നും പറ്റില്ല. നിങ്ങളുടെ വേറെ സംഭവമാണ് ഇനി അത്. സംഭവം ഇതൊക്കെ പാടെ പുറത്ത് കിട്ടപ്പോ അതിന്റെ കലിപ്പ്, അതാണ് ഇവര് പറയുന്ന ഇത് ഞാൻ കുറെ വീഡിയോ പറഞ്ഞിരിക്കണ. ഞാൻ ഇത് പറഞ്ഞ് മടുത്തിക്കണേ. ഇനി ഉളുപ്പില്ലാതെ ഇവര് വന്ന് പറയാണ് ഇങ്ങനെ. ഇത് എത്ര അതിന്റെ കല്ലാണ്ട് എത്തണില്ല, എത്തൂല അങ്ങോട്ട്. ഇവന്റെ വിവി വ്ലോഗ് അല്ല എന്താണോ എന്റെ പേര് വരിക. പിന്നെന്താ പറഞ്ഞത്? പേടിയോ? അതെ, നീ നാവ് തുറക്കുമ്പോ അവർക്ക് പേടിയാണ്. ഈ മിനിയാന്തങ്ങായിട്ട് വിവി വ്ലോഗൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്ന് പറയുന്നത് കേട്ടു. ഭയങ്കര അഡ്മിറ്റ്. കൂളൊന്നു ഗൈസ്, ബാക്കി കേട്ടോ.
ലോകം മാത്രമല്ല പേര് പറയത്തക്ക രീതിയിൽ ഷഫീന ബീവി എന്ന് പറഞ്ഞ വൃത്തികെട്ട അതെന്താ വരാത്തെന്ന് ഇങ്ങനെ ആലോചിച്ചോക്കി ആയിരുന്നു ഞാന്. പറ കേക്കട്ടെ. എന്റെ നാക്ക് തരിക്കുന്നവരെ തെറി പറയാം. പക്ഷെ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് ഞാൻ പറയാം. ആ വൃത്തികെട്ട സ്ത്രീയും അവര് വിടാതെ പിന്തുടരാണെന്ന്. ഈ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്താ പറയാ, വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞതിന് ഞാൻ ഉത്തരം പറയാം. ഈ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. വൃത്തികെട്ട സ്ത്രീ പറഞ്ഞതിന് ഇവര് ബിഗ് ബോസിൽ പോയിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞേക്ക് ഇവർക്ക് പുറത്ത് കയറണം പറഞ്ഞാണ്. കാരണം അന്ന് അവർ ദുബായിൽ പോകുന്നു വരുന്നു. എന്റെ ഈ നാടൻ മുറിക്കാനായി പോണത്. നാടൻ മുറിക്കാൻ പോകുന്നതൊക്കെ ഒരേ ഹോട്ടലിലേക്ക്, നിങ്ങളെ ശ്രദ്ധിച്ചിക്കണോ? ഒരേ ഹോട്ടലിലേക്ക് നാടൻ മുറിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, ഇതിനൊരു അവസാനമല്ലേ? അപ്പൊ ഓരോരോ റൂമിനും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിനാണോ ഈ നാടൻ മുറിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർ നാടൻ മുറിക്കാൻ പോയ ഹോട്ടലുകൾ എത്ര ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ എന്തായാലും പറയാ, ഉദ്ഘാടനം എന്ന് പറഞ്ഞിങ്ങാണ്ട് ആണ് ഇനാഗുറേഷനോ അങ്ങനെയൊക്കെ പറഞ്ഞ ഈ പോണത്. ഒരു ഇനാഗുറേഷൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു വെള്ളം അടിക്കുന്നത്. മാജിക് മഷ്റൂമോ അല്ല, മാജിക് എന്താണ് സംഭവത്തിന്റെ പേര് എനിക്കറിയില്ല, അതിന്റെ പേരൊന്നും. അപ്പൊ അതിനൊക്കെ ഈ പോണത്. അപ്പൊ ഈ പോകുന്ന സമയത്ത് ഇതാണ്, ഞാൻ എപ്പോഴും ഒരേ സ്ഥലത്ത് പോകുന്നത്, അവിടെ തന്നെ ഇനാഗുറേഷനും എല്ലാ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇന്റർവ്യൂ അല്ല, മറ്റേ ഈ ഉൾഘടിക്കുന്നത്. അപ്പം ഷഫീന ബി പറഞ്ഞായിരുന്നു എന്താ മറ്റേ ഗോൾഡാണ് അതാണ്. എന്നാൽ ഗോൾഡ് അല്ല, നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും വേറെ എന്താണെന്ന്. ഇവരുടെ സെറ്റിന്റെ ഒരു സെറ്റായിരുന്നു അവിടെ. അപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഭയങ്കര സംഭവം പറഞ്ഞു പോവുകയും ചെയ്യും ഞാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അതായിരുന്നു. അപ്പം അത് ഒരു വീഡിയോന്റെ ശേഷം ഇവർ വല്ലാണ്ട് ചൊറിഞ്ഞപ്പം ഷെഫിനാബിയുടെ അവിടുത്തെ ഹോൾഡ് വെച്ചിട്ട് മൊത്തം പുറത്ത് കിട്ടും. അതാണ് ഇവർ പറഞ്ഞ വൃത്തികേട്. അതൊക്കെ പുറത്ത് കിട്ടുന്നതാണ് വൃത്തികേട് എന്നുണ്ടെങ്കിൽ അതെ, ഷെഫിനാബി വൃത്തികേട്ടുകളാണ്. നിന്റെ വൃത്തികേട് പുറത്ത് കിട്ടുന്നതാണ് വൃത്തികേട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഷെഫിനാബി വൃത്തികേട്ടുകളാണ്. നീ ചെയ്യുന്ന വൃത്തികേടൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നീ നല്ലവളുമാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ നല്ലവളെ എന്ന് വിളിക്കാം കേട്ടോ. അതുകൊണ്ട് നീ അവരെ വല്ലാണ്ട് കുറ്റം പറയുന്നത് വേണ്ട. നീ ചെയ്യുന്ന കാര്യം എന്താന്ന് എല്ലാവർക്കും അറിയാം. നീ നിന്റെ കൂട്ടാളികളൊക്കെ പോയിട്ട് അവിടെ എന്ത് കാണിക്കുന്നു, ഈ കാന്തായി റെസ്റ്റോറൻറ്റ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ദുബായി പോയത് എല്ലാവർക്കും ആ സംഭവം എന്താണെന്ന് അറിയാം കേട്ടോ. അതുകൊണ്ട് നീ വല്ലാണ്ട് ഇങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. ഈ സ്ത്രീ അതുപോലെ പുതിയൊരു മഞ്ഞത്തൊപ്പി ഓരല്ലേ. അയ്യോ എന്താലേ, പറ കേക്കട്ടെ. അവരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവന്മാര് ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ വാ തുറക്കാൻ തുടങ്ങിയവന്മാര് പേടിച്ചെന്ന് മനസ്സിലായത്. വലിയ ഉദാഹരണമാണ്. അതെ, ഇവള് നാവ് തുറന്നപ്പോഴാണ് ബാക്കിയുള്ള എല്ലാരും പേടിച്ച്. വിവി പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിലും അന്ന് വഴക്ക് പറഞ്ഞപ്പോ അതിലും അവൻ വാങ്ങിച്ച് ഇവളെ കുറ്റം പറഞ്ഞ് വാങ്ങിച്ച ആ കാറ് തന്നെ അവനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. എന്താ പറയാ, ഷെഫിന ബീവിക്ക് അറ്റാക്ക് വന്നു. ഇവള് വാ തുറന്നപ്പോ ആകെ പേടിച്ചിട്ട് എല്ലാരും മുട്ടുകാൽ വരച്ചിരിക്കുകയായിരുന്നു ഇവിടെ, മനസ്സിലായില്ലേ? സന്ദീപൊക്കെ ഇപ്പോഴും ഇന്നലൊക്കെ അമ്പലത്തിൽ തന്നെയാണ്. വീഡിയോ കണ്ടില്ലായിരുന്നോ? റീലാണ് പറഞ്ഞങ്ങാണ്ടൊക്കെ അഭിനയിക്കുക സന്ദീപ്. കാരണം ആ അമ്പലത്തിൽ പേടിച്ചിട്ടേ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതിന് ഒന്ന് പോടിയായിരുന്നു വാ തുറന്നപ്പോ. നീ വാ തുറക്കാറില്ലായിരുന്നോ? എന്റെ കൂട്ടുകാർ കാണിച്ചെന്നു, എന്റെ കൂട്ടുകാരൻ കാണിച്ചു തന്നു, എന്റെ അവര് അയച്ചെന്നപ്പോ ഞാൻ കണ്ടു, എന്റെ ഇവരെ അയച്ചെന്നു ഞാൻ കമന്റ് കണ്ടു. നീ ഏതാണാ, നീ ഏതാണെന്ന് ചോദിച്ചിങ്ങനെ അന്ന് തന്നെ നാവ് അടിച്ചിരുന്നല്ലോ. ആരെല്ലാം പൊട്ടി അടിച്ചിട്ട് അപ്പൊ തുറന്ന നാവല്ലേ, വേറെ എന്തെങ്കിലും ആയിരുന്നോ? ഈ സ്ട്രൈക്ക് ചെയ്ത കാര്യം വിവി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഏതോ ഒരു ഇതിൽ കൂട്ടിച്ചേർന്നിട്ട് ഇവിടെ എല്ലാം ഒക്കെ ഇങ്ങനെയാണ്. വേറെ ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് അവന് 6 സ്ട്രൈക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് നാണം കൊണ്ടാണ് ഉളുപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയടി കേട്ടോ. പിന്നെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞാൽ നിന്നെ ആരെങ്കിലും അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നായന്റെ മനെ വിളിച്ചു പറഞ്ഞാൽ പിന്നെന്താണ് ചെയ്യൂലേ?
അവൻ പേടിച്ചിട്ട് തന്നെയല്ലേ ആ സ്ട്രൈക്ക് ചെയ്ത് ഇവനെ ഓർത്ത് രേണുസുതി പൊട്ടിയല്ലേ, ഇപ്പൊന്നും അറിയത്തില്ല. രേണുസുതി പൊട്ടിയൊന്നുമല്ല, രേണുസുതിക്ക് വട്ടാണ്. അതെന്തായാലും മനസ്സിലാക്കണേ. ഇവനേക്കാളും വലിയവനാണ് എന്റെ പേജ് നോക്കുന്നത്. അത് ആരാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരു വലിയ ബുദ്ധിയുള്ള ചെറുക്കൻ തന്നെയാണ് എന്റെ. അയ്യോ അടുത്തതള്ളു. ഇനിയിപ്പൊ അതാരാണാവോ? ഇത് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നത്. നമ്മളും വെറുതെ ഇരിക്കുന്ന പൊട്ടന്മാരൊന്നുമല്ല. അവൻ പൈസ എറിഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ചെയ്യും. നമ്മളടുത്ത് പൈസ ഇല്ലാത്ത കുറവൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇടയ്ക്ക് നമ്മൾ പൈസ ഒക്കെ പറയും. പക്ഷെ പൈസ ഇല്ലാത്ത കുറവൊന്നുമല്ല. പൈസ ഇല്ലെന്ന് പറയുന്നുണ്ട് വെച്ചിട്ട് നിങ്ങളത് വിചാരിക്കൊന്നും വേണ്ട. പൈസ എറിഞ്ഞാണ്ട് പിടിക്കും. പൊട്ടി ഈ സ്ട്രൈക്ക് വന്നാൽ പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പരിചയം ഉണ്ടെങ്കിലോ ആരോ എടുത്ത് തിരിച്ചു തരും, ഇതാക്കി തരും. അത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. പറയാണ് ഇതിനെക്കാട്ടിലും വലിയ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ടെന്ന്. എൻ്റെ കയ്യിൽ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാകും, പക്ഷെ അത് ഈ സ്ട്രൈക്ക് പൊട്ടിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും. എന്റെ കൊറേ ചാനല് നിങ്ങളത് ശ്രദ്ധിച്ചോ? ഈ കുരിപ്പിന് കൊറേ ഫേക്ക് ചാനലുണ്ട്. എന്നിട്ട് ഇവളുടെ ചാനലിൽ വരുന്നത് തന്നെ കൊറേ ഇവളുടെ തന്നെ വേറെ കൊറേ ചാനലിൽ ഇവളുടെ വീഡിയോസ് പിന്നെയും നമ്മള് ഒന്ന് ബ്ലോക്ക് ഇട്ടാല് അപ്പുറത്ത് വേറെ വരൂലേ, അത് ഇതാണ്. ഇവളുടെ കയ്യിൽ വേറെയും കുറെ ഡ്യൂപ്ലിക്കേറ്റ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മാത്രം മതി യൂട്യൂബിലെന്ന് പറഞ്ഞ് അജ്ജേ വെറുതെ അല്ല. പണ്ട് ഞാന് ഇത് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കും, വേണ്ടത് കാണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ കാരണം വേറൊന്ന് കയറി ഇരുന്നാണ്. എന്തോരം പിരാഗുണ്ട് അറിയോ. നീ വിധവ മാറ്റി വെക്കും. നീ വിധവ എന്തായാലും മാറ്റി വെക്കും. നീ എന്താ മാറ്റി വെക്കാതെ? നീ മാറ്റി വെക്കും. ഇപ്പൊ നിനക്ക് വിധവ ആകണമെന്നില്ല. പണ്ട് എത്രയാരും മാറ്റി വെക്കൂലായിരുന്നു. ഞാനൊരു വിധവയല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു നടക്കല്ലായിരുന്നോ? ഇപ്പൊ നീ മാറ്റി വെക്കും. ഇപ്പൊ നിനക്ക് അത്രക്കുള്ളൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇപ്പൊ അതിനില്ല. അത് ഒരു ആത്മാർത്ഥൊന്നും ഇല്ല ഇപ്പൊ. എനിക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു കീമോ നടക്കുന്നതുകൊണ്ടും ട്രീറ്റ്മെന്റ് നടക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് പുറത്തൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള വരുമാനം മാർഗം യൂട്യൂബ് ചാനൽ. അതും കൂടെ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ ഇവന്റെയൊക്കെ മാനസിക നില എന്തായിരിക്കും? അതിനെ ഈ സംഭവത്തിൽ വന്നിരുന്നെങ്ങാണ്ട് അവരാതെ വിളിച്ചു പറയരുത് കേട്ടോ. നീ വീഡിയോ ഇട്ടായിരുന്നല്ലോ, നീ പാടിട്ടായിരുന്നല്ലോ, നീ റീൽസ് ഇട്ടായിരുന്നല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതാരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ നീ കിച്ചുവിന്റെ വിഷയം എടുത്തിട്ടു. അപ്പൊ ആൾക്കാർ റിയാക്ട് ചെയ്തു. അപ്പൊ നീ വേറെന്തെങ്കിലും പറഞ്ഞു. നീ വേറെന്തോന്ന് മരുന്നിന്റെ കാര്യം വിഷയമായി. അത് മനുവൊക്കെ പോയി തിരുത്തി കഴിഞ്ഞ് ഒക്കെ ശരിയാക്കിയപ്പോ പിന്നെ ആരൊന്നും പറഞ്ഞില്ല. അപ്പൊ നീ വീണ്ടും ഇത് കൊണ്ടുവന്നുങ്ങാണ്ട് അപ്പൊ പിന്നെ നിന്റെ അസുഖമൊക്കെ ഒന്ന് ബെറ്ററായി വന്നപ്പോ പിന്നെന്തായി? നീ കുറച്ചുകൂടി സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പൊ എല്ലായിടത്തും റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവളെ നന്നാവൂല. അല്ലെങ്കിൽ ഈ പട്ടിക്കാട്ടം കഴിക്കാൻ നന്നാകുമോ? ഞാനത് ആലോചിക്കുന്നത്. അതങ്ങനെയല്ലേ വരുള്ളൂ. അത് നമ്മൾ സന്ധ്യ പറഞ്ഞായിരുന്നു അവൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. അവൻ മാന്യതയും കാണിച്ചു, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. നീ അത്രേ ഉള്ളൂ കേട്ടോ. അവരാതെ വിളിച്ചു പറഞ്ഞ ആൾക്കാർ തിരിച്ച് റിയാക്ട് ചെയ്യും. അത് രോഗിയാണെങ്കിൽ രോഗിയായ പോലെ നിൽക്കണം. എന്നുവെച്ച് കൂനിച്ചു കൂടി ഇങ്ങാണ്ട് ആകെ അയ്യോ എന്നും പറഞ്ഞുകൊണ്ടല്ല. അങ്ങനെയല്ല നിൽക്കേണ്ടത്. നീ ചാടിച്ചു കളിച്ചോ, നീ എന്ത് സന്തോഷിച്ചിരുന്നോ, അങ്ങനെയൊക്കെ ഇരുന്നോ, പക്ഷെ അഹങ്കരിച്ച് നിൽക്കരുത്. എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കിയവനാണ്. 10-200 ബ്ലോഗ് എന്നെ തെറി പറഞ്ഞുണ്ടാക്കിയ നാറികളാണ് എന്നെ ഇപ്പം സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇവൻ ഒരുത്തം മാത്രമല്ല. എടേ പിത്തക്കാളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ യൂട്യൂബില് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നെങ്ങാണ്ട് ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ അതിലെന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിൽക്കുന്ന ഈ കണ്ടന്റ് ഈ റിയാക്ടേഴ്സ് അത് റിയാക്ട് ചെയ്യും. അത് നിന്നെ വിറ്റു എന്ന് പറഞ്ഞാൽ നീ വലിയൊരു വിക്ടിം ആകാൻ നിൽക്കണ്ട. അതിപ്പം വേറെ എന്തെങ്കിലും കണ്ടാൽ അത് എടുത്തുകൊണ്ട് ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് അതിനെക്കാട്ടിലും ബെറ്റർ ഒന്ന് കണ്ടാൽ അത് എടുത്ത് ചെയ്യും. ഇനിയിപ്പോൾ ചക്കൻ്റെ താഴത്ത് തേങ്ങ മുളച്ചാൽ അത് ചെയ്യും. മനസ്സിലായില്ലേ? അല്ലാതെ ഇജി രേണുസുതിയാണ് അതുകൊണ്ട് അവളെ ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. നീ നാരതരം പറഞ്ഞു നടന്നിട്ടാണ് നിന്നെ ചെയ്തത്. മനസ്സിലായോ?
നീ മര്യാദക്കാണെങ്കിൽ നീ രേണു അത് സുധീന്റെ കെട്ടിയോളാണ് അവള് ജീവിക്കാന്ന്. ഓക്കെ, ആ ഒരു ന്യൂസ് ഒരു മാസത്തിന് അപ്പുറത്തേക്ക് അത് ഉണ്ടാവൂലായിരുന്നു. നീ നാടകത്തിന് പോയിക്കോ, നീ കളിയാട്ടത്തിന് പോയിക്കോ, നീ ആൽബം ചെയ്തോ, നിന്റെ ഒരു ആൽബം സാധാരണ പോലെ ഇറങ്ങുന്നു, അതെല്ലാരും കാണുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റെങ്കിൽ ഇറ്റ അല്ലെങ്കിൽ അല്ല. നീ ഇത് പറഞ്ഞ് എന്റെ സുധിയേട്ടാ, എന്റെ സുധിയേട്ടനെ കാണുന്ന ഞാൻ ഇന്നും കാണുന്നുണ്ട്, മണക്കുന്നുണ്ട്, എന്റെ അരികിലുണ്ട്, ഇതെല്ലാം പറഞ്ഞിങ്ങാണ്ട് ട്രോഫി എടുത്തിങ്ങാണ്ട് ചുരുട്ടി കൂട്ടിങ്ങാണ്ട് ചാക്കിട്ടിങ്ങാണ്ട് കട്ടിന് ചോട്ടിലും ഇതാ കാണിക്കുമ്പോ പിന്നെ ആൾക്കാർ റിയാക്ട് ചെയ്യൂലേ? എന്നെ കൊണ്ട് വർത്താനം പറയിപ്പിച്ചല്ലോ. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അതിലോകനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവനെ മത്തങ്ങ കണ്ണാന്നുള്ളൊരു മാന്യതയോടെ ഓട് വിളിക്കുന്നുള്ളൂ. ഞാൻ ഇന്നാളെ ശ്രദ്ധിച്ചിട്ടോ, മത്തങ്ങ കണ്ണൻ, ഉണ്ടക്കണ്ണൻ, ബാക്കിയുള്ളവരൊക്കെ വേറെ എന്തൊക്കെയാണ് വിളിക്കുന്നത്. അതിലേ ഒന്നും വിചാരിക്കല്ലോ. ഞാൻ ഏതായാലും നടക്കട്ടെ. കോള് വന്ന് ഡ്യൂട്ടിക്ക് പോയാട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഇന്ന് പകല് അതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. ബാക്കി കേട്ടിട്ട് എന്തായാലും ഫുള്ളും പറ്റില്ല, 55 മിനിറ്റ് തന്നെ ഉണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തായാലും 2 മണിക്കൂറിന്റെ അടുത്താവും. നമുക്ക് ഈ സുവിശേഷം എന്തായാലും ചിലപ്പോൾ 2 പാർട്ടാക്കി ചെയ്യേണ്ടി വരും. നമുക്ക് ബാക്കി കേൾക്കാം. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് നേടുന്നത്? ഒരാളുടെ ഒരു ജീവിതമാർഗം ഇപ്പൊ ഈ വീട്ടിൽ വന്നാൽ തന്നെ അറിയാം രേണു ചേച്ചിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്. ഒരു കീമോ ചെയ്യുന്നതിൽ അത്യാവശ്യം ചെലവുണ്ട്. ഇപ്പൊ 3 കീമോ കഴിഞ്ഞു. എടാ അത് എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മളിപ്പോ ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തോരം കാര്യം എല്ലാവരും എന്തോരം ആൾക്കാർ ചെയ്യുന്നുണ്ട്. നാവ് മര്യാദക്കാണോ? അവരൊന്നും ചെയ്യണ്ട ഒന്നും പറയുന്നില്ല. അവർ മര്യാദക്ക് ചെയ്തെങ്ങാണ്ട് ഇതാക്കുകയാണെങ്കിൽ അവരൊരു ലിമിറ്റിനപ്പുറത്തേക്ക് അവർക്ക് പ്രേക്ഷകരുണ്ടാവും, എല്ലാവരും ഒക്കെ ഉണ്ടാകും, അവർക്ക് വരുമാന മാർഗം ഉണ്ടാവും. പക്ഷെ അവരുടെ സ്വഭാവം വന്നിട്ട് എന്ത് കാണിച്ച് എക്സ്പോസ് ചെയ്ത് അത് റിയാക്ട് ചെയ്യൂലേ? സാധാരണ പോലെ എല്ലാത്തിനും ഒരു ആൾക്കാർ എന്താ പറയാ, അത് പുറത്ത് കാണിച്ചാൽ ആൾക്കാർ റിയാക്ട് ചെയ്യൂലേ? അല്ല, എന്തോരം ആളുകള് എന്തോരം വ്യൂവർഷിപ്പിൽ പോകുന്നുണ്ട്. ഒരു പരാതിയോ ആർക്കൊരു തെറ്റോ കുറ്റോ ഒന്നും പറയാല്ലാതെ ഇല്ലേ? ഇവർ മാത്രം എന്താ ഇങ്ങനെ നീ ആലോചിച്ചിട്ടില്ല? അപ്പോ നിനക്ക് ബുദ്ധിയില്ലേ നീ ഇത് ആലോചിക്കാന്? അത് ചുമ്മാ ചോദ്യം. നിനക്കും ഇതിന്റെ വ്യൂവർഷിപ്പ് ഞാൻ നോക്കിട്ടോ വളരെ കുറവാട്ടോ. കാരണം ഇവരൊന്നും ആരും കാണാനില്ല ഇപ്പോ. കീമോയ്ക്ക് സാധാരണ ഞങ്ങൾ ആ മരുന്നിന്റെ പ്രശ്നം കോൺട്രിബ്യൂട്ട്സ് വന്നപ്പോഴത്തേനും മെഡിസിനെ പറ്റി ഭയങ്കര പ്രശ്നം. ഇപ്പൊ സാധാരണ ഒരു കീമോയ്ക്ക് അധികം പൈസ ആവത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു സാധാരണ കീമോയും കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ആണല്ലോ, അത് സാധാരണ കീമോമാര് സംസാരിച്ചത് ആരാണ്? ഇത്രയും സംസാരങ്ങൾ ഉണ്ടായപ്പോ വായിൽ പഴം വെച്ച് നിന്നത് ആരാണ്? ഞങ്ങൾ ആരെങ്കിലും ആണോ? ആ ക്യാൻസറിന്റെ പേര് പോലും പുറത്തേക്കിട്ടില്ല ഇവര്. മനസ്സിലായില്ലേ? വെറുതെ ഇതൊരു ചർച്ചയായിട്ട് അങ്ങനെ ഏറിൽ നിൽക്കാൻ ഇവർ ആഗ്രഹിച്ചിരുന്നു. അവസാനം ഭയങ്കര വിഷയമായപ്പോഴാണ് നമ്മുടെ എന്താ പറയാ മനുവൊക്കെ പോയിട്ട് ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചത്. അതിന്റെ ഇടയ്ക്ക് ഒരു പറഞ്ഞും ചെയ്തു തോന്നുന്നത്. ഭയങ്കര പ്രശ്നമായി തുടങ്ങുന്നത് കണ്ടപ്പോഴാണ് ഇവർ ഈ ക്യാൻസറിന്റെ പേരും ഇതിന്റെ ഇന്ന കാറ്റഗറിയോടെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞത്. ഇത് ആദ്യം വ്യക്തമായി പറയാത്തത് ആരാണ്? നിങ്ങളല്ലേ? അല്ലേ? ഡോക്ടേഴ്സ് ഇത് കാണുന്നുണ്ടായിരുന്നു. ഈ വിവരവും ബുദ്ധിയുള്ളവർ ഇത് കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും. വേണ്ട, നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഞാൻ ഇതിന്റെ റിപ്പോർട്ട് വന്നപ്പോ കണ്ടിരുന്നു. പെട്ടെന്ന് വ്യാപനം, അത് വൈഡ് സ്പ്രെഡിങ് ആണ്. ഇത് ചേച്ചി എന്നോട് രേണു ചേച്ചിയായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് രേണു ചേച്ചിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ വന്ന് ഈ വീടിന്റെ ഓരോ ചുമരി പിടിച്ചിട്ടാണ് ആ റൂമിൽ പോയി കിടന്നത്. പിന്നെ സംസാരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ഇപ്പോ ഈ ഇന്റർവ്യൂ ഇപ്പൊ ഇത് എത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇവരെ വീണ്ടും ആ പഴയ രോഗിയായിട്ട് ഇവർക്കൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇവരുടെ അവശത പറഞ്ഞിട്ട് നമുക്കുള്ളിലേക്ക് എത്തിക്കുക. അവരെ അവശയായിരുന്നു നീ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നല്ല അവശയായിരുന്നു, അതെല്ലാവർക്കും അറിയാം. അവർ വളരെ ഇതായിരുന്നു. ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾ വളരെ മോശപ്പെട്ട് സംസാരിച്ചെങ്ങാണ്ടും ഇതൊക്കെ ആയിക്കഴിഞ്ഞ് നടന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ കുറേ ആൾക്കാർ അവരെ അത് ഇങ്ങനെ നടന്നുകൊണ്ടെന്ന് പറഞ്ഞു. അതും ശരിയാണ്. പക്ഷെ പിന്നെ പറഞ്ഞവരെന്നെ പാവം തോന്നി, ഒന്നും മിണ്ടാകുന്നു. മനസ്സിലായില്ലേ? ആരും മിണ്ടിയില്ല. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിച്ച്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പിന്നെ വന്നിട്ട് നേരെ കിച്ചുവിനെ
വെറുതെ നിൽക്കും തുള്ളിച്ചട പറയില്ലേ, ആ സ്വഭാവം എടുത്ത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവര് നന്നാവൂല. അപ്പൊ കുഴപ്പമില്ല പാവം അങ്ങനെ നിൽക്കുന്നവരും അവര് സപ്പോർട്ടും ചെയ്യാതെ കുറ്റവും പറയാൻ നിൽക്കുന്നവരൊക്കെ പിന്നെ തിരിഞ്ഞ്, അത്രേ ഉള്ളൂ. അത് പിന്നെ ഇവർക്കും ഇവരുടെ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ല. പട്ടിയുടെ പാലല്ലേ, മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എല്ലാവർക്കും വെറുപ്പായി. ഇനിയിപ്പോ നീ വന്നെങ്ങാണ്ട് അവരുടെ പഴയ അവസ്ഥ കാണിച്ചും പറഞ്ഞു തന്നെങ്ങാണ്ട് ഇവർക്ക് തന്നെ അയ്യോ ആരും കരയാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ഇവ എന്താ അറിയോ, ഇവളുടെ അവസ്ഥ അത്രയായിരുന്നു അങ്ങനെയായിരുന്നു ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ബോധ്യപ്പെടുത്തിപ്പിക്കുക. വേറൊരു കാര്യം കേട്ടോ, ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഇവര് പിന്നെ ഒരു ആൽബത്തിന്റെ ഇത് വന്നിട്ട് കരിമ്പളം പോച്ചിങ്ങാണ്ട് അയ്യോ ഇത് ഈ ഒട്ടും വയ്യാന്ന് പറഞ്ഞൊരു ഒരു റീൽ ചെയ്തത് ഈ ഇന്റർവ്യൂവിന് ശേഷമാണ് തോന്നുന്നത്. സുഖമില്ലാന്ന് ബോധ്യപ്പെടുത്താണോ? അവർക്ക് കിടക്കണ അതെ, ആ ഡോക്ടേഴ്സ് പറഞ്ഞു അന്ന് കണ്ട ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് എന്റെ കണ്ണ് നടന്നിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരു പ്രൊമോഷൻ വേണ്ടിട്ടോ ഇതിപ്പോ കാണുമ്പോ വീണ്ടും കണ്ടല്ലോ. ഈ ചെങ്ങായി പഴയ കാര്യങ്ങള് എല്ലതും പഴയത്, കിച്ചുവിനെ കുറിച്ചുള്ളതും പഴയത്, ആരെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ അതും പഴയത്, തന്റെ അസുഖത്തിന്റെ കാര്യമാണെങ്കിൽ അതും പഴയത്, എല്ലാം പഴയത്, ഒക്കെ പഴയത് പറഞ്ഞെങ്ങാണ്ട് നമുക്ക് മുന്നിലേക്ക് വീണ്ടും വെച്ചു തരാം. അവരുടെ അവസ്ഥ അതായിരുന്നു ഇതായിരുന്നു. ഇവിടെ പ്രസന്റിലെ വല്ലതും കാര്യം ഉണ്ടെങ്കിൽ അത് എഴുതി തരാൻ വേണ്ടി പറ, എന്നിട്ട് അത് ചോദിക്ക്. മനസ്സിലായില്ലേ? ബിഗ് ബോസിലെ കാര്യം പറഞ്ഞു, അതും പഴയത്, ഒക്കെ പഴയത്, എല്ലാം പഴയത്, ഒക്കെ പഴയത്. പക്ഷെ അങ്ങനെയല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത് അന്ന് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ രേണുശീശനെ കാണുമ്പോ എനിക്ക് ഒരു എല്ലാത്തിനും പോസിറ്റീവ് വൈബും കുറെ സന്തോഷമുണ്ട്. അന്ന് കണ്ട് ചേച്ചിയല്ല ഇന്ന് കണ്ടുള്ളത്. പിന്നെ അന്ന് റൈറ്റ് ഹാൻഡിലായിരുന്നു എങ്ങനെയാകാതിരിക്ക. മൂക്ക് കീപ്പട്ടായി എല്ലാരും പറഞ്ഞു തുള്ളല്ലേ 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 എന്ന്. അന്ന് മര്യാദക്ക് ഒട്ടിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു. ഇപ്പൊ കെട്ടിയില്ലേ മര്യാദക്ക്? അന്ന് എങ്ങനെയാ കെട്ടിരുന്നേ? അന്ന് ഒരു കെട്ട് പറ. ചെയ്ത പോലെ ക്യാൻസർ ഒന്നും ഇല്ല, വീണ്ടും ഫെയിം ആവാൻ വേണ്ടിട്ട് പല രീതിയിലും വീണ്ടും ക്യാൻസറിന്റെ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ ഒന്നിന്റെ ആവശ്യമില്ല. രേണുസുതി എന്നുള്ള പേര് ഇപ്പോഴും രേണുസുതി തന്നെയാണ്. വെറുതെ ഒരു ഹാഷ്ടാഗ് ഇട്ട് രേണുസുതി കിട്ടാലും ഒരു 10 പേര് കൂടുതൽ കാണും. ഇപ്പൊ ഈ കയ്യിൽ നിന്ന് മാറിപ്പോ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇനി എത്ര കീമോ? ഇനി ഒരു 3 കീമോ കൂടെ ഉണ്ട്. പെട്ടെന്ന് പോണം, അതാണ് എന്റെ പ്രാർത്ഥന. പെട്ടെന്ന് 3 കീമോ പറഞ്ഞാൽ 3-20 ആരെങ്കിലും പൂച്ച വരെ അടിയിൽ കയറി കണ്ട് തെറി വിളിച്ച് നിർത്തിപ്പോക്കൂടെ. അല്ല പുലിയാകാൻ ഞാൻ ഭാഗ്യം, കേറി കടിച്ച് കുടഞ്ഞാനെ. അയ്യോ അയ്യോ. ദിവസം കൂടുമ്പോ എടുക്കുന്നതാണ്. ഈ ഒരു 3 കീമോ കഴിഞ്ഞ ഒരു 10-15 ദിവസം നമ്മൾ കിടപ്പായിരുന്നു. ഈ 3 കീമോ എന്ന് പറഞ്ഞാൽ 3 കീമോ കഴിഞ്ഞ 10-15 ദിവസം നമ്മൾ കിടപ്പായിരുന്നു. കിടപ്പം തന്നെ ലോകമായിട്ട് അല്ലെങ്കിൽ പുറമേക്കുള്ള ഒന്നുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. നമുക്കത് പറ്റില്ല, ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല, കിടപ്പ് തന്നെയായിരിക്കും. പിന്നെ എന്റെ ഫോൺ യൂസ് ചെയ്ത് ചേച്ചിയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഒരുപാട് പേര് കോൾ ചെയ്യും. അപ്പം ആ കിടപ്പിന്റെ സമയത്ത് എന്നിട്ടാണല്ലോ ചേച്ചിയാണല്ലോ വീടൊക്കെ തരുന്നത്. കാരണം നമ്മുടെ ഹെൽത്ത് ടോട്ടലി വീക്ക് ആവും. അതിലൂടെ നമ്മുടെ വൈറ്റ് ബ്ലഡിന്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് കുറയും. അപ്പൊ അതിനും ഇഞ്ചക്ഷൻ എടുക്കണം. ടോട്ടലി സത്യം പറഞ്ഞാൽ ഈ കീമോയ്ക്ക് നമ്മുടെ കീമോ മരുന്ന് മാത്രമല്ല ചെയ്യണം. ഞാൻ പറഞ്ഞ 2 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ വരെ നമുക്ക് ആന്റിബോഡിയാണ്. കേട്ടല്ലോ, ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവർക്ക് എങ്ങനെയാണ് ഇത് ഈ 10 ദിവസം കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് 2 ആഴ്ച വേണം. 2 ആഴ്ച മിനിമം 2 ആഴ്ച കൂടുതലാണ്. ഏറ്റവും സ്ട്രോങ് ആയ ഒരാൾക്കാണ് 2 ആഴ്ച. ഇത്രയും വീക്കായ ഒരാൾക്ക് എങ്ങനെ 4ാമത്തെ കീമോ 10 ദിവസം കൊണ്ട് ചെയ്തെന്ന് അത്ഭുതമായി എനിക്ക്. പച്ച നുണച്ചി ഇങ്ങനെ നുണച്ചി അതെത്തില്ലെങ്കിൽ സാധാരണ കീമോ ആണെങ്കിൽ
ഇപ്പോ കുറച്ച് ഇന്നിപ്പോ കാണത്തില്ല, കാരണം 3 കീമോ കഴിഞ്ഞില്ലേ, അതിന്റെ ഇടയ്ക്ക് തന്നെ പോയത്. ഇനിയിപ്പോ 3 കീമോ ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു സർജറി ഉണ്ട്. ആക്ച്വലി എന്ത് ക്യാൻസർ ആണ് പല ആൾക്കാർ, ഇത് ഞാൻ ചോദിക്കാനുള്ള റീസൺ, പല ആൾക്കാരും പല രീതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ ക്യാൻസർ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ. കണ്ടല്ലോ, ഇതിന്റെ ബാക്കി നമുക്ക് പിന്നെ ചെയ്യട്ടോ. ഇത് എന്താ അറിയോ, കുറെ ഉണ്ട് ഇതിൽ, കുറെ വേസ്റ്റ് വാക്കുകളുണ്ട്. അപ്പൊ നമുക്ക് സമയം പോകും, കാരണം നിങ്ങളുടെയും സമയം പോകും. കാരണം ഇവരുടെ ക്യാൻസർ ഇപ്പൊ എന്താ എല്ലാവർക്കും അറിയാം. വീണ്ടും ഇവിടെ ക്യാൻസർ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ഇവർ കാണിക്കുകയാണ്. എന്ത് ഇതൊക്കെയാണ് എൻ്റെ, ഇതൊക്കെ സമയം ഉണ്ടായത്, ഇതിൽ സമയം ഉണ്ടായിരുന്നു, എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ട പോലെ എത്തിച്ചില്ല, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ ഒന്നിങ്ങാണ്ട് ഒരു ഇന്റർവ്യൂ നടത്തിങ്ങാണ്ട് ഈ മറ്റേ എന്താ പറയാ, ചത്തക്കുട്ടിന്റെ ജാതകം നോക്കാന്നോ അങ്ങനെ എന്തോ പറയും, അങ്ങനെയല്ല, അങ്ങനെ ചത്തക്കുട്ടിന്റെ ജാതകം നോക്കി ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ആ സമയം കഴിഞ്ഞു പോയി. നിങ്ങളിപ്പോൾ എന്താണ് ഏതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കൊരു അനുകമ്പ കിട്ടിയായിരുന്നു, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി. ഇനി നിങ്ങൾക്ക് ചത്ത് മറച്ച് കടന്നാൽ നിങ്ങൾക്ക് കിട്ടൂല, മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല അത്. കാരണം വെച്ചാൽ കുറച്ച് പേരുണ്ടാകും അയ്യോ എന്ന് പറയാനേ, കുറെ ആൾക്കാർ കുറ്റം പറയില്ലായിരിക്കും, പക്ഷെ മൈൻഡ് ചെയ്യില്ല, ഒരു വേദന ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അത്രക്കും നിങ്ങളിപ്പോൾ ഈ ലാസ്റ്റ് 2 ഇന്റർവ്യൂവിൽ കാണിച്ചു കൂട്ടി. നിങ്ങൾ സുധീര അമ്മയെ പറഞ്ഞു, സുധിയെ എടുത്തു വെച്ചിങ്ങാണ്ട് അവൻ്റെ അമ്മയെ പറഞ്ഞു, സുധീര മകനെ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവല്ലേ അത്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറയണത്? അപ്പൊ മകനല്ലേ? സമൂഹത്തിന്റെ മുന്നിൽ വന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെന്ന് സംസാരിക്കാതില്ല വേണ്ടത്, അല്ലേ? ഇപ്പൊ ഈ ഷെഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തി പോയിരുന്നെങ്കിൽ നിങ്ങൾ അവനെ വിളിച്ച് സംസാരിക്കാതില്ലേ വേണ്ടത്, ആണോ? എന്താ പ്രശ്നം, എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു, എന്താ അവരെന്താ സംസാരിച്ചു, അതായിരുന്നില്ലേ? നിങ്ങളൊക്കെ കണ്ടന്റ് ആക്കി, നിങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാം കൊണ്ടും മോശപ്പെട്ടു നിന്ന്. ഇനി നിങ്ങൾ എത്ര വിളിപ്പിക്കുക, എത്ര പോലെ ഇന്റർവ്യൂറെ കൊണ്ടുങ്ങാണ്ട് നിങ്ങളുടെ മേലെ കൊണ്ട് പുട്ടിടിപ്പിച്ചാലും നിങ്ങളുടെ മനസ്സെന്താ എല്ലാവരും കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോന്റെ ബാക്കി ഇട്ടതാണ്, ബാക്കി നമുക്കിടാം കേട്ടോ. ഞാൻ ഒന്ന് ഫുള്ളും കാണട്ടെ ബാക്കി. അല്ലാതെ മോഹൻലാലിനെ കുറിച്ച് പറയുന്നതൊക്കെ ആരോ പറയുന്നത് കേട്ടു, ബിഗ് ബോസിൽ പോയിട്ട് ആരോ വന്നില്ല ഒക്കെ. അപ്പോൾ ശരി, എന്നാൽ ഞാൻ കുറച്ച് തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ.